ITC നിയമയിൽ കൊണ്ടുവരേണ്ട മാളുട്ടിയുടെ കുടുംബം വരേണ്ടി വരും. ഞാൻ പിടിക്കാം, ഞാൻ തിരിച്ചെടുക്കും കേട്ടോ. പിടിച്ചേ നോക്കട്ടെ. അയ്യോ ഓക്കെ ഓക്കെ മോളെ, അത് പിടിച്ചു എന്നിട്ട് അവിടെ അച്ഛൻ്റെ അമ്മയുടെയും കൊടുക്കും. ഡ്രാമ ജൂനിയേഴ്സിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ. ഓ എനിക്കറിയാം. എന്താണ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയത് ചേച്ചി? ഗോസിപ്പ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയത്? സന്തോഷം. നീ അങ്ങോട്ട് നോക്കിയോ? ഫസ്റ്റ് എനിക്ക് ചാൻസ് പറയാറ് ചാനലിനോടാണ്. എനിക്ക് ഡ്രാമ ജൂനിയേഴ്സും പിന്നെ മായാമായൊരു നല്ല സീരിയലിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി തന്നത്. പിന്നെ എനിക്ക് ചാൻസ് പറയാറ് ദൈവത്തിനോടും എൻ്റെ പാരൻസിനോടുമാണ്. പിന്നെ ചാൻസ് പറയാറ് എൻ്റെ മായാമായൊരു സീരിയലിനോടാണ്. അവരാണ് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തത്. അരുൺ ചേട്ടൻ, ഗോപിക ചേച്ചി, രേഷ്മ ചേച്ചി, സംഗീത ചേച്ചി. മായാമയൂരത്തിലെ ഏറ്റവും വൈദ്യൊക്കെ എത്തുന്നത് ആരാ? മേക്കപ്പ് ഒക്കെ ഒരുപാട് ചെയ്തു. എന്നാൽ ഒരാളില്ല. ഈ ചേച്ചിക്ക് ഗോസിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് പോലെ ഒന്ന് പറഞ്ഞു കൊടുക്കും പ്ലീസ്. ആരാണ് ശ്രേയ? മായാമയൂരത്തിലെ ശ്രേയ ആരാണ്? മൊത്തത്തില് സെറ്റില് അത് മാളുട്ടിയാണെന്നാണ് ഇവര് പറയുന്നത്. ആണോ? ഏറ്റവും കൂടുതൽ ഡയലോഗുകൾ തെറ്റിക്കാൻ ഒരു ടെൻഡൻസി ആർക്കാ? അപ്പൊ അമ്മയോ എന്നെയോ? നീ രണ്ടുപേരും സൂപ്പറാന്നൊക്കെ പറയാതെ. അത് ഈ അച്ഛനാണോ അമ്മയാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അവർക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. മാളവിക ചേച്ചി അറിയോ? ഇന്ന് കേരളത്തിൽ ഓടി നടന്ന ഇനോഗ്രേഷൻ ചെയ്യുന്ന ആളുകൂടിയാണ്. ഭയങ്കര ഇനോഗ്രൽ സ്റ്റാർ ആണ് നിങ്ങൾ. അപ്പൊ ചേച്ചിയെ പറ്റി നല്ലതാണോ ചേച്ചിയുടെ ഡ്രസ്, ഹെയർ? ഏത് രാജ്യത്തെ രാജകുമാരി? ഇന്ത്യയിലെ രാജകുമാരി. ഈ ഹെയർ ടു എല്ലാം അച്ചൂടാ. ചേച്ചിക്ക് രൂപ കൊടുത്തേ സ്വീറ്റ് ഒരു കിസ്. ഇത് എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. മാളൂട്ടി തരും. മാളവികയുടെ അടുത്ത് പ്രതീക്ഷിക്കണം. ഒരു മാളൂട്ടി. അപ്പൊ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് അക്കരെ. അപ്പൊ ഇനി ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് വരട്ടെ. ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ് ഞങ്ങളുടെ വലിയ കൈഡി. താങ്ക് യു പറഞ്ഞു എല്ലാവരും. താങ്ക് യു മകളെ. താങ്ക് യു കേട്ടോ. അവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ നമ്മുടെ സി കേരളത്തിന്റെ. സൂപ്പർ കേട്ടോ. അവാർഡ് തന്നിരുന്നോ? ആ അവാർഡ് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇവിടുന്ന് ഒറ്റയ്ക്ക് കൊണ്ടുപോകും. ഞാൻ തന്ന വലിയ ബാഗ് ഭയങ്കര വെയിറ്റ് അവാർഡ് കൊണ്ടുവന്നേ. അവര് കൊണ്ടുപോയി. ഞാൻ വേണേ അവരുടെ ഇടി കൊടുത്ത് അല്ല അത് എത്തിക്കാനുള്ള ഞാൻ കൊണ്ടുവരാം. ഇപ്പൊ കൊണ്ടുവരാം. ആ പിടിച്ചോ കൊണ്ടുപോ. ഇനി ഇത് കൊണ്ടുപോകും. എനിക്കൊന്ന് കാണും. ഇത് വേണ്ടേ? അത് നീ കൊണ്ടുവെക്കോ. അച്ഛൻ